വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ് കയറി അവളുടെ വീടിൻ്റെ അവിടെ പോയി ഇറങ്ങി കഴിഞ്ഞാൽ അവളവിടെ വണ്ടി വന്നിന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് രണ്ടാളും കൂടി പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് എത്തി. ബസ് കയറിയിരുന്ന് സെറ്റായി നേരെ അവൾ നിൽക്കണ സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ടോ. അപ്പോൾ അവളവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ സ്കൂട്ടി ഇട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് സ്കൂട്ടി മാത്രമേ ഉള്ളൂ, ലൈസൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഓടിക്കണമായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഞാൻ ഓടിച്ചു. അങ്ങനെ നമ്മുടെ സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവക്കാട് അടുത്ത് പഞ്ചവടി എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഈ സ്പോട്ട് വന്നിട്ട്. ഫാം വില്ല എന്നാണ് നമ്മൾ പോണ സ്പോട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അത് തിരക്കുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ കണ്ടപ്പോൾ വെച്ച് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ഫാമിലി ആയിരുന്നു. അപ്പോൾ എന്നോട് ടിക്കറ്റ് എടുക്കാൻ പറയുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കയറാം ഉള്ളിലേക്ക്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ 2 ചേട്ടന്മാർ നിന്നിട്ട് ഒട്ടകത്തിന് കൊടുക്കാൻ ഇലയും കുതിരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ലും നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ മേടിച്ച് ഒട്ടകത്തിന് നമ്മൾ ഇല കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടകത്തിന് ഇലയും കുതിരയ്ക്ക് പുല്ലൊക്കെ കൊടുത്ത് നേരെ പോയത് നമ്മുടെ പാമ്പിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പാമ്പിൻ്റെ പേര് വന്നിട്ട് പൈത്തൺ എന്നാണ് പറഞ്ഞത്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാവുന്ന തരം പാമ്പാണ് അത്ര. അപ്പോൾ അവർ പറഞ്ഞു കഴുത്തിലിടാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്ക് കഴുത്തിലിടാൻ ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് പോയി മെല്ലെ തൊട്ട് ഇങ്ങനെ അത്രയൊക്കെ മതി എന്നുള്ള ലെവലിൽ. പിന്നെ നമ്മൾ അങ്ങനെ പോയപ്പോൾ അതേ ഒരു കോഴികൾ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂട്ടിലിട്ട കുറേ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കുറേ പാമ്പുകൾ. അപ്പം ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ തൊട്ടിട്ട് അത്രയൊക്കെ മതി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതേ അവിടെ വേറെന്തോ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, നമ്മളെ പല്ലിയുടെയൊക്കെ വലിയൊരു സംഭവം. അപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് എന്താ സാധനം. പിന്നെ അതേ അവിടെ സൈഡിൽ പോയിട്ടൊരു ആൾ ചുരുണ്ട് കൂടിയിട്ട് ഇങ്ങനെ കിടക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് കുറേ അങ്ങനെ ബേഡ്സുകൾ പിന്നെ മൃഗങ്ങൾ അതാട്ടോ മെയിനായിട്ട്. ഇവിടെ ചെറിയൊരു കാഴ്ച ബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ വലിയ സിംഹവും പുലിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സാധനങ്ങൾ. പിന്നെ അത് ഒരു കുരങ്ങൻ്റെ ചെറിയൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നേരെ വന്ന് കയറിയതൊരു കിളിക്കൂട്ടിലാട്ടോ. അവർക്ക് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നായിരുന്നു. അപ്പോൾ അതിൽ ഒരുത്തം വന്നിരുന്ന് എൻ്റെ തലയിൽ വന്നിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയി. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് സർപ്രൈസ്. നമ്മുടെ പൈത്തൺ കുട്ടനെ ഞാൻ എടുത്തിട്ട് അങ്ങ് കഴുത്തിലിട്ടു. അവിടെ ആ അലമ്പാക്കി ഗൈസ്. ഞാൻ കരഞ്ഞ് കൂക്കി വിളിച്ച് അലമ്പാക്കി. കാരണം അവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ അതിനെ ഞാൻ കയ്യിലിട്ടിട്ട് അങ്ങ് പിടിച്ചപ്പോൾ അത് നേരെ എൻ്റെ മുഖത്തേക്ക് ഒരു തിരിച്ചിലായിരുന്നു. അതിൽ എൻ്റെ കിളി പോയി. ഞാൻ പറഞ്ഞു എടുക്കുക, എൻ്റെ കഴുത്തുനിന്ന് എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അതാ കുറേ അരയന്നങ്ങളെയും താറാവുകളെയൊക്കെ കണ്ടു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ കാണാനായിട്ട്. എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിപ്പോയത് തൊട്ടടുത്ത് തന്നെ പഞ്ചവടി എന്ന് പറയുന്നൊരു ബീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതാ വലിയ തിരക്കൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഫാം വില്ലയിൽ നിന്ന് വരണ കുറച്ച് ആൾക്കാർ ഇവിടെയൊക്കെ വന്നിങ്ങനെ കണ്ടിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ മെയിനായിട്ട് ഉപ്പിലിട്ടതാണല്ലോ. അപ്പോൾ ഞാനൊരു മാങ്ങയും വാങ്ങിച്ചു, ഒരു പൈനാപ്പിളും മേടിച്ചു. അവൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവൾക്ക് ഇങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമില്ലാന്ന്. അതിലാ മുളകും വെള്ളം ഒഴിച്ചത് കാണാൻ എന്ത് രസമല്ലേ, കഴിക്കാനും നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ബീച്ച് വ്യൂ ഒക്കെ കണ്ടിരുന്ന് ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. ബീച്ചിൽ വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അതേ കാണിച്ചു തരണ കണ്ടില്ലേ, ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു വഞ്ചി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ വഞ്ചിയിൽ അങ്ങ് കയറിയിരുന്നു. ഇതവർ മീൻ പിടിക്കണ വലയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കയറിയിരിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല അതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ചാടി ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോണത് ഞങ്ങളുടെ കൂടെ 10th പഠിച്ചൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ നമ്മൾ അവളെ വീട്ടിലോട്ട് എത്തിയത്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെന്ന കയറുന്ന മോളൊന്ന് ഞെട്ടിയായിരുന്നു. പിന്നെ അവളോടൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി നേരെ എൻ്റെ വീടിൻ്റെ അടുത്ത് എന്നെ കൊണ്ടാക്കി തന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവളോട് ബായ് പറഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.